പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. അടുത്ത് നിൽക്കുന്നവർ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം, നീ പുളിപ്പില്ലാത്ത അപ്പമാണോ എന്നതാണ്. ഓണക്കാലമാണ്, നമ്മൾ ഓണവിഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ്. അതിൻ്റെ കൂടെ ഉള്ള ഒരു വിഭവമാണ് പുളിപ്പില്ലാത്ത അപ്പമാണോ എന്നതാണ് ചോദ്യം. നമ്മൾ ദിവ്യബലിക്ക് ഉപയോഗിക്കുന്ന തിരുവോസ്തി, അത് പുളിപ്പില്ലാത്ത അപ്പമാണ്. എങ്ങനെയാണ് അത് പുളിപ്പില്ലാത്തതായി മാറുന്നത്? പൗലോസ് പറയുകയാണ്. ചോദ്യത്തിന്റെ പശ്ചാത്തലം ഇതാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നമ്മൾ പുളിപ്പില്ലാത്ത അപ്പമാകേണ്ടവരാണ്. ഓരോ മനുഷ്യനും പുളിപ്പില്ലാത്ത അപ്പമാകേണ്ടവരാണ്. അപ്പോൾ എന്താണ് പുളിപ്പ്? ശ്ലീഹ എഴുതുന്നു, അശുദ്ധിയും തിന്മയുമാകുന്ന പുളിപ്പ് നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ ഒരു മനുഷ്യനെ പുളിപ്പിക്കുന്നത് അശുദ്ധിയും തിന്മയുമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പുളിപ്പില്ലാത്ത അപ്പമാണോ എന്നതിൻ്റെ അർത്ഥം നമ്മൾ അശുദ്ധിയും തിന്മയും ഇല്ലാത്തവരാണോ എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചോദിക്കും, അശുദ്ധിയും തിന്മയും ഇല്ലാത്തവരാകുക എന്നത് അത്രമാത്രം പ്രധാനപ്പെട്ടതാണോ? ഈസ് ഇറ്റ് സോ ഇമ്പോർട്ടൻറ്റ്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ അശുദ്ധിയും തിന്മയുമില്ലാത്ത പുളിപ്പില്ലാത്ത അപ്പമായി മാറിയാലേ ഈശോയാകുന്ന വലിയ തിരുവോസ്തിയോടുകൂടെ ചേർത്ത് വയ്ക്കുന്ന ചെറിയ തിരുവോസ്തിയായി നമുക്ക് രൂപാന്തരപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഓരോ ബലിയർപ്പണത്തിലും നമ്മൾ ഒരു തിരുവോസ്തി പോലെ, ഒരു ചെറിയ തിരുവോസ്തി പോലെ ഈശോയോടൊപ്പം ചേരണമെങ്കിൽ ഇത് ഒരു ഇന്നവൈറ്റബിൾ ആയിട്ടുള്ള, അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അതായത് നമ്മളിൽ നിന്ന് അശുദ്ധിയും തിന്മയും എടുത്തു മാറ്റണം. നമ്മൾ ഓരോ ദിവസവും വാക്കുകളിലും ചിന്തകളിലും പ്രവൃത്തികളിലും ആഗ്രഹങ്ങളിലുമെല്ലാം അറിഞ്ഞും അറിയാതെയും അശുദ്ധിയും തിന്മയും നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ആത്മാവിലും നമ്മുടെ ബുദ്ധിയിലും ഒക്കെ ഈ തിന്മയുടെ കറകളും കളങ്കങ്ങളും ഒക്കെ വന്ന് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ ബലിയർപ്പിക്കാൻ കഴിയും? നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ ഓരോ ബലിയർപ്പണത്തിൻ്റെയും ആരംഭത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? കർത്താവേ, ഞങ്ങൾക്ക് വന്ന അപരാധങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ്, നമ്മളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രായശ്ചിത്തം ചെയ്ത് യേശുനാമം വിളിക്കുന്നതും നമ്മൾ അനുതാപക്രിയ നടത്തുന്നത്. ഈ അനുതാപക്രിയ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്, ഒരു കഴുകി വൃത്തിയാക്കലാണ്. ഈ കഴുകി വൃത്തിയാക്കൽ നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന, അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി മാനവകുലത്തിൻ്റെ മേൽ ഒഴുകിയിറങ്ങുന്ന തിരുരക്തവും തിരുജലവും നമ്മെ കഴുകി, നിരന്തരം കഴുകി വിശുദ്ധീകരിച്ച് നമ്മളിൽ നിന്ന് അശുദ്ധിയും തിന്മയും എടുത്തു മാറ്റി നമ്മൾ പുളിപ്പില്ലാത്ത അപ്പമായി മാറുകയാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ. അങ്ങനെ നമ്മൾ പുളിപ്പില്ലാത്ത അപ്പമായി മാറിയതിന് ശേഷം ഇത് നമ്മൾ ഈശോയോട് കൂടെ ഒരു ബലിയായി തീരുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടക്കാം. നമ്മുടെ ഹൃദയത്തിൽ ഇന്നത്തെ പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കട്ടെ: ഈശോയെ, എന്നെ പുളിപ്പില്ലാത്ത അപ്പമാക്കി മാറ്റണമേ. എൻ്റെ ഉള്ളിലുള്ള അശുദ്ധിയും തിന്മയും അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി മാറ്റണമേ. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, ഈശോയെ, എന്നെ പുളിപ്പില്ലാത്ത അപ്പമാക്കി മാറ്റണമേ. അങ്ങയുടെ തിരുരക്തത്താൽ
എന്നെ കഴുകി വിശുദ്ധീകരിച്ച് എന്നിലുള്ള അശുദ്ധിയും തിന്മയും എടുത്തു മാറ്റണമേ. ആമേൻ. നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ